കാട്ടാനയുടെ വിവരം കർണാടക വനംവകുപ്പ് നൽകിയത് 3 മണിക്കൂർ വൈകിയെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ. ഈ ഘട്ടത്തിൽ മറ്റൊരു സംസ്ഥാനത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന നടപടി ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസാണ് മന്ത്രിയുടെ മറുപടി. കാട്ടാനയെ ട്രാക്ക് ചെയ്യുന്നതിൽ വകുപ്പ് പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അജിയുടെ മരണത്തിലെ ഒന്നാം പ്രതി വനംമന്ത്രിയും വകുപ്പുമാണെന്നത് ടി സിദ്ദിഖ് പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പ്രതിഷേധം. ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, ഇന്ന് വീണ്ടും നിയമസഭ ചേർന്ന സാഹചര്യത്തിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്തത് ഈ വയനാട്ടിലെ വിഷയം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ? തീർച്ചയായും വയനാട്ടിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടത് ഈ കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട വിഷയം തന്നെയാണ് ഇന്ന് അടിയന്തര പ്രമേയമായി സഭയിൽ വന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഈ വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കും എന്ന കാര്യത്തിൽ. അത് ഇന്ന് ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ടി സിദ്ദിഖ് MLA ആണ് ഈ വിഷയം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയത്. അതിൽ ടി സിദ്ദിഖ് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിന്റെ ഭാഗമായി ഉന്നയിച്ചു. യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകാൻ വകുപ്പിനോ സർക്കാരിനോ തയ്യാറായില്ല. ഇത് വലിയ പോരായ്മയാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതിനെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഇടപെടലും ഈ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാൻ സാധിച്ചില്ല. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. അത് സർക്കാരിന് തടയാൻ കഴിയുമായിരുന്നു, പക്ഷേ സർക്കാരിന്റെ അലംഭാവം കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായത് എന്ന് പറഞ്ഞു. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും അതിൽ ഒന്നാം പ്രതി വനം മന്ത്രിയും വനം വകുപ്പുമാണ് എന്ന ഒരു ഗുരുതരമായ കാര്യം കൂടി സഭയിൽ ടി സിദ്ദിഖ് പറഞ്ഞു. ഈ വിഷയം ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളെ ആകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്ന ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ മന്ത്രി ഇതിന് മറുപടിയായി പറഞ്ഞത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ളത്, പക്ഷേ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ല. എല്ലാവിധ നിയമപരമായ കാര്യങ്ങൾ തന്നെയാണ് വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വകുപ്പിനെ സംബന്ധിച്ച് ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിൽ നമുക്ക് പോരായ്മ വന്നു. കർണാടക സർക്കാരിന്റെ കർണാടകയിൽ നിന്ന് വന്ന ഒരു ആനയാണ്. അതുപോലെ തന്നെ കർണാടക സർക്കാർ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാൻ 3 മണിക്കൂർ വൈകിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഈ സഭയിൽ ഇപ്പോൾ മറ്റൊരു സംസ്ഥാന സർക്കാരിനെ ആ നിലയിൽ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരുടെ മേൽ പഴിചാരുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ആ നിലയിലേക്ക് കാര്യങ്ങൾ കടക്കാത്തത്. എന്തായാലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ രൂപീകരിച്ചതായും മന്ത്രി സഭയെ അറിയിച്ചു. ആ നിലയിൽ ഇതിന് അനുമതി നൽകേണ്ടതില്ല എന്ന ഒരു വിശദീകരണമാണ് മന്ത്രി നൽകിയത്. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി.